ഹേ കൃഷ്ണ കരുണ സിന്ധു ദീനബന്ധു ജഗൽപദേ ഗോപേശ ഗോപിക കാന്ത ശ്രീരാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി ശ്രീരാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമഃ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധർ ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എത്ര പേരുടെ ഓഡിയോ ആണ്? ഹേമകാന്തി ദേവി മാതാജി ദേവി മാതാജി ആ ഓഡിയോ ഒന്ന് ഓഫ് ചെയ്തേരെ. ഹേമകാന്തി മാതാജി ഓഡിയോ ഓഫ് ചെയ്തേരെ. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും നമ്മുടെ ഇന്നത്തെ ഒരു ശ്രീമദ് ഭാഗവതം ക്ലാസ്സിലേക്ക് സുസ്വാഗതം. നമ്മളൊരു പുതിയ യാത്ര തുടങ്ങുകയാണ്, ഒരു ആത്മീയ യാത്ര തുടങ്ങിയാണ്. ഈ യാത്രയ്ക്ക് നമ്മൾ പേര് കൊടുത്തിരിക്കുന്നത് ശ്രീമദ് ഭാഗവതത്തോടൊരു യാത്ര. ശ്രീമദ് ഭാഗവതം എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ഉള്ള ഒരു ശ്രമം മാത്രമാണിത്. അതുകൊണ്ടാണ് ഞാൻ യാത്രയെ വിവരിട്ടത്. നമ്മൾ യാത്ര പോകുമ്പോൾ എന്താണ്, എവിടെയും യാത്ര പോകുമ്പം ആ സ്ഥലത്തിനെ കുറിച്ചും ആ സ്ഥലത്തിന്റെ സവിശേഷതയെക്കുറിച്ചും മാത്രം മനസ്സിലാക്കാൻ പറ്റൂ. നിങ്ങളിലൊക്കെ പലരും വൃന്ദാവനത്തിലേക്ക് ഒത്തിരി പ്രാവശ്യം പോയിട്ടുണ്ട്. പക്ഷെ വൃന്ദാവനത്തെ കുറിച്ച് നമുക്ക് പരിപൂർണമായിട്ട് മനസ്സിലാക്കാൻ ഒരിക്കലും കഴിയില്ല. അതുപോലെയാണ് ഭാഗവതം. ഭാഗവതത്തിലെ ഓരോ ശ്ലോകം 18,000 ശ്ലോകം നമുക്ക് ഓരോന്നും വായിച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റില്ല. ജസ്റ്റ് നമ്മൾ വൃന്ദാവനത്തിൽ പോകുമ്പോൾ വൃന്ദാവനം എന്താണെന്നും നമുക്ക് മനസ്സിലാവും. യമുനി എവിടെയാണെന്ന് മനസ്സിലാകും. ബാക്കെ ബിഹാരി അമ്പലം എവിടാണെന്ന് അറിയാം. കൃഷ്ണബലറാം അമ്പലം എവിടാണെന്ന് അറിയാം. അതേപോലെ നമ്മൾ ഭാഗവത്തില് എത്ര സ്കന്ധമുണ്ട്, ഓരോ സ്കന്ധത്തിലും ഏത് വിഷയത്തിനെ കുറിച്ചാണ് ചർച്ച ചെയ്തിരിക്കുന്നത്, ഏത് ഭക്തനെ കുറിച്ച്, ഏത് ലീലയാണ്, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഈ യാത്ര സുഖകരമാക്കാൻ, ഈ യാത്ര മംഗളകരമാക്കാൻ, ഈ യാത്ര ആത്മീയമാക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കുക. ഇത് എത്ര ദിവസം കൊണ്ട് തീരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. ഞാൻ ആദ്യം വിചാരിച്ചു ഒരു 100 ആഴ്ച കൊണ്ടെങ്കിലും തീർക്കാൻ പറ്റുമോ എന്നൊരു സംശയം വന്നായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ അത് നോട്ട്സ് തയ്യാറാക്കി നോക്കിയപ്പം അതൊന്നും പറ്റുന്നില്ല. എത്ര നമുക്ക് പറയുന്ന ഭഗവാന്റെ ഇഷ്ടത്തിന് വിടുക. അതുകൊണ്ട് രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ആദ്യമായിട്ട് ഈ ക്ലാസ് തുടങ്ങിയ സമയത്ത് ഒരു കാര്യം പറഞ്ഞായിരുന്നു. അതായത് ഞാൻ ഒരു വിദ്യാർത്ഥിയാണ്, ആത്മീയ വിദ്യാർത്ഥിയാണ്. ഞാൻ ആത്മീയ ഗുരു അല്ല, ആത്മീയ വിദ്യാർത്ഥിയാണ്. പഠിച്ചുകൊണ്ട് പഠിപ്പിക്കുകയാണ് ഞാൻ. പലരും നമ്മുടെ നാട്ടിലെ കണ്ടിട്ടുണ്ട്, +2-നും ഗ്രാജുവേഷനൊക്കെ പഠിക്കുന്ന കുട്ടികൾ, താഴ്ന്ന ക്ലാസ്സിലുള്ള കുട്ടികളെ പഠിപ്പിക്കുക. നിങ്ങൾ താഴ്ന്ന ക്ലാസ്സിലെ കുട്ടികളൊന്നും ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല, അങ്ങനെ എനിക്ക് ചിന്തിക്കാനും കഴിയില്ല. പക്ഷെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ അത് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് പഠിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. അതുപോലെ തന്നെ എന്തെങ്കിലും തെറ്റ് വന്നു കഴിഞ്ഞാൽ ആ തെറ്റ് ദയവേത് ചൂണ്ടിക്കാണിക്കണം. കാരണം ആ തെറ്റ് തിരുത്താൻ എനിക്കും കഴിയും. അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു. സുശീല ബായി മാതാജി ഓഡിയോ ഓഫ് ചെയ്യും. ഹേമകാന്തി മാതാജി എവിടെ പോയി എന്ന് പോലും അറിയത്തില്ല ഓൺ ചെയ്ത് വെച്ചിട്ട്. സുശീല മാതാജി ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്, അതുകൊണ്ടാണ് ഓഫ് ചെയ്യും പ്ലീസ് ഓഡിയോ. ഹേമകാന്തി മാതാജി ആരാ അറിയില്ല. പിന്നെ ഞാൻ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തെറ്റ് വന്ന് നിങ്ങളെ ചൂണ്ടിക്കാണിക്കണം, ധൈര്യമായിട്ട് പറയണം. കാരണം ആ തെറ്റ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഞാൻ എൻ്റെ സ്വന്തമായിട്ട് പഠിച്ച് ഓരോ ശ്ലോകം എടുത്ത് വെച്ച് വായിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് പറഞ്ഞു തരികയല്ല. നമ്മുടെ സീനിയർ ഭക്തര്, ഗുരുജനങ്ങള് അവരുടെ പ്രവചനങ്ങൾ കേട്ട്, അവർ പറയുന്നത് കേട്ട് മനസ്സിലാക്കി. ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കാറുള്ളത്
അമരേന്ദ്ര പ്രഭു, ഭക്തി രസാമൃത മഹാരാജ്, പിന്നെ എൻ്റെ ഗുരു മഹാരാജ് ഉണ്ട്, വേറെ കാര്യം. പിന്നെ രാധേശ്യാം പ്രഭു, ഗൗരാംഗ് പ്രഭു, ഗൗരാംഗ് ദർശൻ പ്രഭു, ഈ ഇങ്ങനെ 5-6 പേരുടെയാണ് ഏറ്റവും കൂടുതൽ ഞാൻ കേൾക്കാറുള്ളത്. അപ്പൊ അവര് എന്ത് പറഞ്ഞിട്ടുണ്ട് അതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ആത്മീയമായ പ്രയോജനം ഉണ്ടാകുകയാണെങ്കിൽ അതിന്റെ മുഴുവൻ ക്രെഡിറ്റ് അവർക്ക് കൊടുക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തെങ്കിലും തെറ്റി വന്നാൽ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം എനിക്കായിരിക്കും. കൃഷ്ണഭക്തിയില് 3 കാര്യങ്ങൾ അത്യന്താപേക്ഷിതമാണ്. കൃഷ്ണഭക്തി എന്ന് പറഞ്ഞാൽ അവിടെ 3 കാര്യങ്ങൾ ഉണ്ടായിരിക്കും. എവിടെ കൃഷ്ണഭക്തി ഉണ്ടോ അവിടെ 3 കാര്യങ്ങൾ ഉണ്ടായിരിക്കും. 1 ഭഗവാനില്ല ഭക്തി ഉണ്ടാകില്ല. 2 ഭക്തൻ, 3 ഭക്തി. അപ്പൊ ഞാൻ എന്താ ഇത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭാഗവതത്തിൽ കൂടെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഭാഗവതത്തിൽ ഭക്തിയാണ് കിട്ടുന്നത്. ഭക്തിയിൽ കൂടി മാത്രമേ നമുക്ക് ഭഗവാനെ കിട്ടൂ. ഭഗവാൻ ആരാണെന്നും എന്താണെന്നും അറിയാൻ ആർക്കും കഴിയില്ല, നമുക്കൊക്കെ ഒട്ടും കഴിയില്ല. അപ്പൊ നമ്മൾ ഭക്തിപൂർവ്വം ഭാഗവതം കേൾക്കണം. ഇത് വെറും ഒരു എന്താ പറയുക, ആരെങ്കിലും പ്രീതിപ്പെട്ടവനെ കാണിക്കാനായിട്ടല്ല. ഭക്തിയോടെ ഇത് കാണണം, കേൾക്കണം, നോട്ട്സുകൾ വെച്ച് നോട്ട്സ് തയ്യാറാക്കണം, വരുന്ന ഒരു ദിവസം ഭാഗവതം കൊണ്ടുവരണം. അപ്പം പറയുന്ന നോട്ട് വെച്ചിട്ട് ഭക്തിപൂർവ്വം മനസ്സിലാക്കിയിട്ട് ഇതിൽ നിന്നും ഭക്തി നമ്മൾ ഉൾക്കൊണ്ടിട്ട് നമുക്ക് ഭഗവാനെ നമുക്ക് പ്രാപിക്കാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ വിനിയോഗിക്കണം. അതുപോലെ ഭാഗവതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം ഭഗവാനെ കുറിച്ചല്ല. ഭഗവാനെ കുറിച്ച് എവിടെ എന്ത് പറയണമെങ്കിലോ അവിടെ ഭക്തനെ കുറിച്ച് പറയാതെ ഭഗവാനെ കുറിച്ച് പറയാൻ പറ്റില്ല. നമുക്ക് സൂര്യനെ കുറിച്ച് പറയണമെങ്കിൽ സൂര്യപ്രകാശത്തിനെ കുറിച്ച് പറയണം. ഇല്ലാതെ സൂര്യനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ആർക്കും, ഇപ്പൊ സൂര്യനെ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തി, അറിഞ്ഞിട്ടില്ലാത്ത ഒരു വ്യക്തിക്ക് സൂര്യനെ പറഞ്ഞു കൊടുക്കാൻ സൂര്യപ്രകാശത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുത്താൽ മാത്രമേ സൂര്യനെ കുറിച്ച് പറയാൻ പറ്റൂ. അതേപോലെ സൂര്യപ്രകാശത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണമെങ്കിൽ സൂര്യനെ കുറിച്ച് പറയാതെ സൂര്യപ്രകാശത്തിനെ കുറിച്ച് പറയാൻ പറ്റില്ല. അപ്പൊ എവിടെ ഭഗവാനെ കുറിച്ച് പറയണോ അവിടെ ആദ്യം ഭഗവാന്റെ ഭക്തരെ കുറിച്ചും, ഭഗവാന്റെ ഭക്തരെ കുറിച്ച് അറിയണമെങ്കിൽ ഭഗവാനെ കുറിച്ചും പറയണം. ശ്രീമദ് ഭാഗവതത്തിലെ ആദ്യം മുഴുവനും ഭഗവാന്റെ ഭക്തരെ കുറിച്ചാണ് ചർച്ച ചെയ്തിരിക്കുന്നത്. ശുകഗോസ്വാമി 10ാമത്തെ സ്കന്ധത്തിലാണ് ഭഗവാനെ കുറിച്ച് പറയുന്നത്. എന്തുകൊണ്ടാണ് 10ാമത്തെ സ്കന്ധത്തിൽ ഭഗവാനെ കുറിച്ച് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഭഗവാന്റെ ശക്തിയെക്കുറിച്ചും ഭഗവാന്റെ പ്രഭാവത്തിനെ കുറിച്ചും ആദ്യത്തെ 9 സ്കന്ധത്തിൽ പറഞ്ഞു കഴിയുമ്പോഴാണ് 10ാമത്തെ സ്കന്ധത്തിൽ, ഞാൻ ആദ്യ അധ്യായം എന്ന് പറയുന്നത് തെറ്റാണ്, 9ാമത്തെ സ്കന്ധത്തില്, നമ്മൾ മലയാളത്തിൽ തന്നെ ഖണ്ഡമെന്നോ സ്കന്ധം തന്നെയാണെന്ന് പറയുന്നല്ലേ, എന്തായിക്കോട്ടെ, സ്കന്ധത്തിൽ 10ാമത്തെ സ്കന്ധത്തിൽ ഭഗവാനെ പറഞ്ഞില്ലെങ്കിൽ ഭഗവാന്റെ ലീലകൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പൊ ഭഗവാനും ഭക്തനും തമ്മിലുള്ള ബന്ധം, ഭക്തനും ഭഗവാനും തമ്മിലുള്ള ബന്ധം, ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ മൊത്തം ഭാഗവതത്തിലാണ്. ശ്രീമദ് ഭാഗവതം ബാക്കിയുള്ള ആധ്യാത്മിക ഗ്രന്ഥത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. എന്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ ശുദ്ധ കൃഷ്ണ കഥാരൂപത്തിൽ നമുക്ക് ഭാഗവതത്തിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ. ബാക്കിയുള്ള ഗ്രന്ഥങ്ങളിൽ ഉണ്ട്, മഹാഭാരതത്തിൽ കാണാം, ബാക്കി പലയിടത്തും കാണാം. പക്ഷെ അവിടെ പ്രാമുഖ്യം വേറെ പലതിനുമാണ്. ഇപ്പൊ മഹാഭാരതം തന്നെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കുരുവംശത്തിനെ കുറിച്ചും പാണ്ഡവരെ കുറിച്ചുള്ള വർണ്ണങ്ങൾ കൂടുതലും കൃഷ്ണനെ കുറിച്ചും ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ ഭാഗവതത്തിൽ പരിപൂർണമായിട്ടും കൃഷ്ണനെ കുറിച്ചും കൃഷ്ണന്റെ ലീലകളുമാണ് ചർച്ച ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാഗവതം കേവലം കൃഷ്ണഭക്തിക്ക് വേണ്ടി മാത്രമുള്ള ഗ്രന്ഥമാണ്. അത്രയും എക്സ്ക്ലൂസീവ്ലി കൃഷ്ണഭക്തി നമുക്ക് വേറെ എവിടെയും കാണാൻ കഴിയില്ല. അല്ല, മനുഷ്യ ശരീരത്തിന്റെ, മനുഷ്യന്റെ ജീവിതത്തിന്റെ, മനുഷ്യ ജന്മത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് കൃഷ്ണപ്രേമം പ്രാപ്തിയാക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ ശ്രീമദ് ഭാഗവതം ആ ആത്യന്തിക ലക്ഷ്യം പഠിപ്പിക്കുന്ന മാതിരി വേറെ ഒരു ഗ്രന്ഥവും നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം പഠിപ്പിക്കുന്നില്ല. ശ്രീമദ് ഭാഗവതം ഏതൊരു വ്യക്തി മനസ്സിലാക്കുന്നോ ആ വ്യക്തിക്ക് മനസ്സിലാകും എൻ്റെ ജീവിതത്തിന്റെ, എൻ്റെ ജന്മത്തിന്റെ, അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിന്റെ ഉദ്ദേശം എന്താണ്, ലക്ഷ്യം എന്താണ്. വേറെ ഒരു ഗ്രന്ഥം വായിച്ച് നമുക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ കൃഷ്ണഭക്തനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അവനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്, അവനെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ടത്, അവനെ ഏറ്റവും കൂടുതൽ പ്രേമിക്കേണ്ടത് ഭഗവാനേക്കാൾ ഏറെ ഭാഗവതത്തെയാണ്. ഭാഗവതം ഭഗവാന്റെ ഗ്രന്ഥാവതാരമാണ്. അതൊരു ശ്ലോകത്തിൽ വരും ഈ സ്കന്ധത്തിൽ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പൊ ഭഗവാൻ എന്ന് പറയുന്നത് ഭഗവാന്റെ ഗ്രന്ഥാവതാരം സ്വയം ഭഗവാനാണ്. ശ്രീല പ്രഭാതടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് പ്രസാദം നൈവേദ്യം സമർപ്പിക്കാൻ ഭഗവാന്റെ വിഗ്രഹമോ ഫോട്ടോ ഇല്ലെങ്കിൽ ശ്രീമദ് ഭാഗവതത്തിലെ ചെയ്യാമെന്ന്. ബർമയിൽ ഒരു അമ്പലമുണ്ട്, ബർമയിൽ. അത് ഞാനൊരു ലെക്ചറിൽ കേട്ടതാണ്.
അവിടെ വിഗ്രഹമില്ല. വിഗ്രഹത്തിന് പകരം ഭാഗവതത്തിന്റെ 12 സ്കന്ധം വെച്ചിട്ടാണ് ആ എല്ലാ ആർത്തിയും പൂജയും ഓഫറിങ്ങും എല്ലാം നൈവേദ്യം സമർപ്പിക്കുന്ന പോലെ അവിടെയാണ്. അപ്പൊ അതുപോലെ തന്നെ ശ്രീമദ് പ്രഭുപാദിന്റെ വളരെ മനോഹരമായ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്കറിയാം. പ്രഭുപാദ് US പോകാനായിട്ട് എല്ലാം റെഡി ആയിരുന്ന സമയത്ത് ആരാണ്ട് ചോദിച്ചു, ഓ യു ആർ ഗോയിങ് ടു US, നിങ്ങൾ അമേരിക്കയ്ക്ക് പോവാണോ? പ്രഭുപാദ് പറഞ്ഞു, നോ, ഐ ആം നോട്ട് ഗോയിങ് US. ഭാഗവതം ഈസ് ഗോയിങ് ടു US. ഐ ആം അക്കമ്പനിങ് ദി ഭാഗവതം. ഞാൻ അമേരിക്കയിൽ പോകുന്നില്ല, അമേരിക്ക പോകുന്ന ഭാഗവതമാണ്, ഞാൻ ഭാഗവതത്തിന്റെ കൂടെ പോകണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇന്ന് മുതൽ നമ്മൾ ഭാഗവതത്തിലെ ഓരോ അധ്യായത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകങ്ങൾ എടുത്തിട്ടാണ് ചർച്ച ചെയ്യുന്നത്. പക്ഷെ ആ എല്ലാ ശ്ലോകവും നമുക്ക് എടുക്കാൻ പറ്റില്ല. ആ ഭാഗവത്തിലെ ആ കഥയിൽ ലീലയിലെ പ്രധാന ശ്ലോകങ്ങളും പ്രധാന കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യും. ഇത് പറയുന്ന ഞാനും ഇത് കേൾക്കുന്ന നിങ്ങളിതെല്ലാം കോടി ജന്മങ്ങളിലെ പുണ്യം ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്ക് ഭാഗവതത്തെ ഒന്ന് പരിചയപ്പെടാൻ കഴിയുന്നുള്ളത് യാതൊരു സംശയമില്ല. എത്ര സെഷൻ കൊണ്ട് കംപ്ലീറ്റ് ആകും എന്നൊന്നും നമുക്ക് പറയുന്നില്ല, നമുക്കത് ഭഗവാന് വിട്ടുകൊടുക്കാം. അപ്പം ഓരോ സ്കന്ധത്തിലെയും ഓരോ അധ്യായത്തിലെയും ഓരോ സ്കന്ധത്തിലെ പരസ്പര ബന്ധങ്ങളും നമുക്ക് ചർച്ച ചെയ്തു പോകാൻ ശ്രമിക്കാം. ആദ്യത്തെ 2 സ്കന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ തൃപ്പാദങ്ങളായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത്. ഭാഗവതത്തില് അങ്ങനെ ഓരോ സ്കന്ധത്തിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അത് പറയാൻ പറ്റും. അതായത് ഭഗവാന്റെ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ആ ദിവ്യ ശരീരത്തിൽ നിന്നും ഭിന്നമല്ല. അതായത് അതുകൊണ്ടാണ് ആദ്യത്തെ 2 സ്കന്ധത്തിനെ ഭാഗവത്തിന്റെ തൃപ്പാദങ്ങളായിട്ട് സങ്കല്പിച്ചിരിക്കുന്നത്. അവിടെ മൊത്തം ഭാഗവതത്തിന്റെ, അതായത് തത്വപരമായ വിഷയങ്ങളാണ് ആദ്യത്തെ 2 സ്കന്ധത്തിൽ ചർച്ച ചെയ്യുന്നത്. ലീലകളെ തത്വപരമായ കാര്യങ്ങളാണ്. അതായത് ശ്രീമദ് ഭാഗവതത്തിന്റെ തത്വം എന്ന് പറയുന്നത് എന്തുവാ? ഭാഗവതത്തിന്റെ തത്വം എന്ന് പറയുന്നത് എന്തുവാ? ഭക്തിയോഗം. ഭാഗവതം എന്ന് പറഞ്ഞാൽ ഭക്തിയോഗമാണ്. ഭാഗവതത്തിലെ തത്വം എന്ന് പറഞ്ഞാൽ ഭക്തിയോഗമാണ്. വേദാന്തത്തിന്റെ തത്വം എന്ന് പറഞ്ഞാൽ ധർമ്മർത്ഥം കാമം മോക്ഷം, അല്ലെ? അപ്പൊ ഭാഗവതത്തിന്റെ തത്വം എന്ന് പറഞ്ഞാൽ ഭക്തിയോഗം. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമുക്ക് ഭക്തിയോഗം മാത്രമേ കാണാൻ പറ്റൂ, വേറെ ഒന്നും കാണാൻ പറ്റില്ല. അപ്പൊ ആ വിഷയമാണ് മുഖ്യമായിട്ട് ഇതിനകത്ത് ചർച്ച ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആദ്യത്തെ സ്കന്ധത്തില് നമ്മള് വ്യാസഭഗവാന്റെ ചരിത്രം, ഭാഗവതം രചിക്കാനുള്ള കാരണം, എന്തുകൊണ്ടാണ് ഭാഗവതം രചിച്ചത്, അതിന് പ്രചോദനം കൊടുത്ത നാരദ മുനിയെ കുറിച്ച്, അതൊക്കെ ആദ്യത്തെ സ്കന്ധത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ശുഗോസ്വാമിയാണ് നമുക്ക് ഭാഗവതം തരുന്നത്. അത് പരീക്ഷിത് മഹാരാജുമായിട്ടുള്ള സംഭാഷണമാണ്. അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ടും ചെല്ലുന്നുണ്ട്, അവരുടെ ചരിത്രവും വരുന്നുണ്ട്. അതുകൂടാതെ ഭാഗവതത്തിലെ എന്ന് പറഞ്ഞാൽ എല്ലാ പ്രധാന കഥാപാത്രങ്ങളെ കുറിച്ചും ഒരു വിവരണം ആദ്യത്തെ സ്കന്ധത്തിൽ വരുന്നുണ്ട്. പാണ്ഡവരെ കുറിച്ച് വരുന്നുണ്ട്, കുന്തി മഹാറാണിയെ കുറിച്ച് വരുന്നുണ്ട്, പരീക്ഷിത് മഹാരാജിനെ കുറിച്ച് പറയുന്നുണ്ട്, ഭീഷ്മപിതാവിനെ കുറിച്ച് പറയുന്നുണ്ട്, ശുഗോസ്വാമിയെ കുറിച്ച് പറയുന്നുണ്ട്, നാരദ മുനിയെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേരെ കുറിച്ച് പറയുന്നുണ്ട്. ആദ്യത്തെ സ്കന്ധത്തില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തിരസത്തിന് 2 ഭാവമുണ്ട്. ഒന്ന് പറയുന്നത് വിപ്രലംബ ഭാവവും, 2 സംഭോഗഭാവവും. അതായത് സംഭോഗഭാവം, സമൂഹമല്ല സംഭോഗഭാവം. വിപ്രലംബഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണന്റെ പ്രസൻസിൽ കൃഷ്ണഭക്തി ചെയ്യുക. വിപ്രലംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണന്റെ പ്രസൻസ് ഇല്ലാതെ കൃഷ്ണനെ കുറിച്ച്, കൃഷ്ണന്റെ ഭക്തി ചെയ്യുക, അല്ലെങ്കിൽ കൃഷ്ണനെ സ്മരിക്കുക, കൃഷ്ണനെ എൻജോയ് ചെയ്യുക. ഗോപികമാർ ചെയ്തായിരുന്നു വിപ്രലംബഭാവം. അതായത് ഭഗവാൻ വൃന്ദാവനത്തിൽ നിന്നും മധുരയിൽ പോയതിനു ശേഷം അവർ കൃഷ്ണനെ സ്മരിക്കുന്നതും കൃഷ്ണഭക്തി ചെയ്തതും വിപ്രലംബ ഭാവത്തിലാണ്. സംഭോഗം എന്ന് പറഞ്ഞാൽ കൃഷ്ണന്റെ പ്രസൻസിൽ, മധുരാവാസികൾ കൃഷ്ണന്റെ പ്രസൻസിലാണ് ചെയ്തത്, വൃന്ദാവനവാസികൾ കൃഷ്ണന്റെ ദ്വാരകവാസികൾ കൃഷ്ണന്റെ പ്രസൻസിലാണ് ചെയ്തത്. അത് മൊത്തം ഭാഗത്തിൽ വരുന്നത്. അപ്പൊ വിപ്രലംബ ഭാവവും സംഭോഗഭാവവും നമുക്ക് ആസ്വദിക്കാൻ ഒരേ സമയത്ത് ഇതിനകത്ത് പറ്റും. അതുപോലെ തന്നെ ഇതിന്റെ പർപ്പർട്ട് നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം ശ്രീല പ്രഭുപാദിനെ സ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പാദത്തിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്യണം. കാര്യം ഓരോ ശ്ലോകത്തിൽ ഇത്ര മനോഹരമായിട്ടാണ് അതിന്റെ പർപ്പട്ട് എഴുതിയിരിക്കുന്നത്. എവിടെ നിന്നൊക്കെ എന്തൊക്കെ കൊണ്ടുവന്നിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. ആ പർപ്പട്ട് തന്നെ നമുക്ക് വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഭാഗവത്തെ ഒരുപാട് മനസ്സിലാവും. ഇന്ന് വരെ ഭൂമിയിൽ ആരും ഇത്ര മനോഹരമായിട്ട് ഭാഗവതത്തിന്റെ ഓരോ ശ്ലോകത്തിനും പർപ്പട്ട് ഇന്ന് വരെ ആരും എഴുതിയിട്ടില്ല. ഇനി ആരെങ്കിലും എഴുതുമെന്ന് തോന്നുന്നുമില്ല. അത് ഭഗവാന്റെ ഒരു ശക്തിയാവേശ അവതാരത്തിൽ കൂടിയാണ് അദ്ദേഹം എഴുതിയത്. ഈ സമയത്ത് നമുക്ക് അദ്ദേഹത്തിനെ
സ്മരിക്കാം, അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാം, നല്ല രീതിയിൽ നമ്മളുടെ ഈ ക്ലാസ് മുമ്പോട്ട് പോകാൻ. ഇപ്പം ആദ്യത്തെ സ്കന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാം അങ്ങനെയാണെന്ന്, ആദ്യത്തെ സ്കന്ധം എന്ന് പറഞ്ഞാൽ ഭഗവത് പ്രേമികൾക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റിയ പല കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് കണ്ടുമുട്ടാൻ പറ്റും. എങ്ങനെ നമുക്ക് ഭാഗവത്തിനെ രുചിക്കാം, ആസ്വദിക്കാം എന്ന് നമുക്കിതിനകത്ത് പറ്റും. അപ്പം നമുക്കിന്ന് തുടങ്ങാം. ആദ്യത്തെ 3 ശ്ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗവതത്തിന് പ്രവേശിക്കാനുള്ള മംഗളസ്തുതിയായിട്ട് ആദ്യത്തെ 3 ശ്ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൽ ആദ്യത്തെ ശ്ലോകം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ വർണ്ണനയും, രണ്ടാമത്തെ ശ്ലോകം ഗ്രന്ഥത്തിന്റെ ഗുണത്തെയും വർണ്ണിക്കുന്നുണ്ട്. മൂന്നാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞാൽ, അത് ആദ്യത്തെ ശ്ലോകം ഭഗവാനെ കുറിച്ചും രണ്ടാമത്തെ ശ്ലോകം ഭാഗവത്തിനെ കുറിച്ചും, മൂന്നാമത്തെ ശ്ലോകം ഓരോ ഭക്തനെയും ക്ഷണിക്കുകയാണ്, ഇൻവൈറ്റ് ചെയ്യാണ്. ഇപ്പൊ നമ്മള് ഈ കടകളിലൊക്കെ ചിലര് വിളിച്ചു, റോഡിലൊക്കെ വിളിച്ചല്ലേ, വാ വാ വാ, പിന്നെ ഇത് പച്ചച്ചീര അല്ലെങ്കിൽ ഫ്രഷ് ഓറഞ്ച് വാ എന്ന് പറഞ്ഞ് വിളിക്കാറില്ലേ? അതായത് അതിന്റെ ഉദ്ദേശം എന്തുവാ? കസ്റ്റമറെ വിളിക്കുക, വാ. ചിലപ്പം ഹോട്ടലുകളുടെ ഒക്കെ വാതിൽ സെക്യൂരിറ്റിക്കാർ ബോർഡ് പിടിച്ച് ഇപ്പോൾ ഊണ് റെഡി എന്നൊക്കെ പറഞ്ഞിട്ട് കസ്റ്റമറെ ആകർഷിക്കാൻ. അതുപോലെ ഭാഗവത പ്രേമികളെ, കൃഷ്ണഭക്തരെ ആകർഷിക്കാനാണ് മൂന്നാമത്തെ ശ്ലോകം. അപ്പൊ ആദ്യത്തെ ശ്ലോകം വായിക്കാം. ഭാഗവതമുള്ളവര് അത് എടുത്ത് വെച്ചു നോക്കുക. അപ്പം ആദ്യം ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആദ്യാക്ഷരം ഏകാക്ഷരമാണ്, വേദത്തിന്റെ ഒരു ഏക മന്ത്രമാണത്. എല്ലാ മന്ത്രങ്ങളുടെയും ആരംഭത്തിൽ ഓം പറഞ്ഞിട്ടാണ് ആരംഭിക്കുന്നത്. ഓം തത് സദ് അല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവ. നമിക്കുകയാണ് ആരെ? ഭഗവാനെ. അപ്പൊ ആദ്യം തന്നെ ശുകഗോസ്വാമി ഭഗവാനെ സ്മരിക്കുന്നു. അപ്പൊ ഒരു സംശയം വരാം, ഏത് ഭഗവാൻ? നാരദ ഭഗവാനെയാണോ വ്യാസ ഭഗവാനെയാണോ? ആണ് പറഞ്ഞത് വാസുദേവായ. വാസുദേവൻ എന്ന് പറഞ്ഞാൽ വസുദേവന്റെ പുത്രൻ. അപ്പൊ ആദ്യം ശുകഗോസ്വാമി ഡിക്ലെയർ ചെയ്തു ആരാണ് ഭഗവാൻ. ഈസ് കൃഷ്ണ, വാസുദേവൻ. ആർക്കും ഒരു ഡൗട്ട് വേണ്ട, ആ വാസുദേവനെ ഞാൻ സ്മരിക്കുന്നു. ജന്മാദ്യസ യദോ അന്വയാത് ഇതര ചാർത്തയശ അഭിഞ്ചസ്വരാൻ തേനേ ബ്രഹ്മ ഹൃദായ ആദികവേ മുഖ്യന്തേ സൂരയ തേജോ വാരി മൃതാം യഥാ വിനിമയോ എത്ര തീർസർഗോ അമർഷ ദ്വാനാസേന സദാ നിരസ്ത ഗുഹം സത്യം പരം ധീമഹി. ഇതിന്റെ ട്രാൻസ്ലേഷൻ വലുതായിട്ട് പ്രഭാത് കൊടുത്തിട്ടുണ്ട്. അപ്പം ആദ്യത്തെ ശ്ലോകത്തില് ഭഗവാന്റെ 7 വിശേഷണങ്ങളാണ് വർണ്ണിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് ജന്മാദ്യസേനേ ബ്രഹ്മഹൃദായാദികവേ മുഖ്യന്തേ സൂരയഃ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര തിസർഗോ അമർഷ ധാംനാസേന സദാ നിരസ്തഗുഹം സത്യം പരം ധീമഹി. ഈ ശ്ലോകത്തില് ഭഗവാനെ കുറിച്ചാണ് വർണ്ണിക്കുന്നത്. അതിനോടൊപ്പം ശുഗോസ്വാമി ഭഗവാന്റെ 7 ഗുണങ്ങളെ കുറിച്ച് വർണ്ണിക്കുകയാണ്. ആദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്? ജന്മ ആദി യസ്യ അന്വയ യഥോ അന്വയാത്. ജന്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 അർത്ഥമുണ്ടെന്ന്. ഒന്ന് ജനിക്കുക, 2 സൃഷ്ടി എന്നൊരർത്ഥം. ഇവിടെ സൃഷ്ടി എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ജന്മ ആദി എന്ന് പറഞ്ഞാൽ എന്തുവാ? എക്സെട്ര എന്നെന്താ പറഞ്ഞ മുതലായവ. ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഈ പറഞ്ഞ 5 പേര്, പ്രഭു നിത്യാനന്ദ്, അദ്വൈത്, ഗദാധർ, ശ്രീവാസ ആദി മുതലായ ഭക്തങ്ങളുടെ കൂട്ടർ നമ്മൾ വന്നിരിക്കുന്നു. അതേപോലെ ഇവിടെ ജന്മ ആദി എന്ന് പറയുമ്പോൾ മുതലായവ സൃഷ്ടി. ഞാൻ പറഞ്ഞു ജന്മത്തിന് 2 അർത്ഥമുണ്ട്. ഒന്ന് ജനിക്കുക, 2 സൃഷ്ടി സ്ഥിതി പരിപാലനം. ക്രിയേഷൻ, മെയിൻ്റനൻസ് ആൻഡ് ഡിസ്ട്രക്ഷൻ. ഇത് 3 ജന്മ ആദി യസ്യ, സൃഷ്ടി സംഹാരം. ജന്മ ആദി എന്ന് പറഞ്ഞാൽ ആരിൽ നിന്നാണോ? ജന്മ ആദി ആരാണോ സൃഷ്ടി സ്ഥിതി സംഹാരം, ഇവയ്ക്ക് ആരാണോ കാരണഭൂതൻ? അതാരാണ് കാരണഭൂതൻ? കൃഷ്ണൻ. ഇവിടെ കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, കൃഷ്ണന്റെ പേര് ഇവിടെ പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ അറിയാം കൃഷ്ണനാണ്? അതാണ് ആദ്യം ശുഗോസ്വാമി പറഞ്ഞത് നമോ ഭഗവതേ വാസുദേവായ. വാസുദേവനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പം അതായത് ആദ്യം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ്? ഭഗവാൻ കൃഷ്ണനെ കുറിച്ചാണ്. ആ കൃഷ്ണ ആരാണ്? സൃഷ്ടി സ്ഥിതി സംഹാരത്തിന്റെ കാരണഭൂതനാണ്. ഇത് ആദ്യത്തെ വിശേഷണമാണ് കൃഷ്ണന്റെ ആ 7 വിശേഷണങ്ങളിൽ ആദ്യത്തെ വിശേഷണം എന്തുവാണ്?
ഭഗവാൻ സൃഷ്ടി, സ്ഥിതി, സംഹാരം ഇതിന്റെ കാരണഭൂതനാണ്. അത് കഴിഞ്ഞ പറഞ്ഞ അന്വയാത് ഇതിരത ച അർത്ഥേഷ അഭിഞ്ച. അന്വയാത് ഇതിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ടോ അല്ലാതെയോ. എന്ത്? അന്വയാത് ഇതിരത ച അർത്ഥേഷു അഭിഞ്ച. അഭിഞ്ച എന്ന് പറഞ്ഞ അറിയുക. അർത്ഥേഷു അഭിഞ്ച, അതായത് ഈ പ്രപഞ്ചത്തിനെ കുറിച്ച്, ഈ സൃഷ്ടിയെ കുറിച്ച്, ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട്, ഓരോ ജീവാത്മനെ കുറിച്ചും എല്ലാം അഭിഞ്ച, അറിയുന്നവൻ. അതായത് ഈ അർത്ഥേഷു ഇവിടെ നടക്കുന്ന എല്ലാം നേരിട്ടും അല്ലാതെയും ആർക്കറിയാം? അവൻ എല്ലാം അറിയുന്നവൻ, അവന്റെ ഉദ്ദേശം അറിയുന്നവൻ. അപ്പം ഭഗവാന്റെ രണ്ട് വിശേഷണം പറഞ്ഞു. ആദ്യത്തെ പറഞ്ഞത് സൃഷ്ടി, സംഹാരം ഇതിന് കാരണഭൂതൻ. രണ്ട്, ഈ സൃഷ്ടിയിൽ എന്തൊക്കെയുണ്ട്, എവിടെ എന്തൊക്കെ കാണുന്നു, അതിനെക്കുറിച്ചെല്ലാം അറിയാവുന്നവൻ. എന്തുകൊണ്ട് കാറ്റ് വീശുന്നു എന്ന് നമുക്ക് സയന്റിഫിക് കാരണങ്ങൾ പലതിനും കാണും. പക്ഷെ ഇതിന്റെ ആധ്യാത്മിക കാരണമായാലും സയന്റിഫിക് കാരണമായാലും എന്തുകൊണ്ട് അത് അറിയാവുന്ന ഒരേ ഒരു വ്യക്തി ആരാണ്? ഭഗവാൻ. അപ്പൊ ആദ്യത്തെ രണ്ട് വിശേഷങ്ങൾ. മൂന്നത്തെ എന്തുവാണ്? സ്വരാട്. സ്വരാട് എന്ന് പറഞ്ഞാൽ സുപ്രീമലി ഇൻഡിപെൻഡന്റ്, അതായത് പരിപൂർണമായിട്ടും സ്വതന്ത്രൻ, ഒരു ബന്ധനമില്ലാത്തത്. അപ്പം പലപ്പോഴും പലരും ഇപ്പൊ ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. നന്ദഗോപർക്ക് ലക്ഷക്കണക്കിന് പശുക്കളുണ്ടായിരുന്നു. അതിലേറ്റവും വിശേഷപ്പെട്ട പശുവിന്റെ പാല് കൊണ്ടെടുത്ത തൈരും വെണ്ണയും ഒക്കെയാണ് യശോദമയ്യ തന്റെ ഓമനക്കുട്ടന് വേണ്ടി ദിവസം ഉണ്ടാക്കി വെക്കുന്നത്. പിന്നെ പോയിട്ട് ഗോപികമാരുടെ വെണ്ണ മൂട്ടിക്കുന്നത്. അപ്പൊ അതിന് ആചാര്യന്മാർ പല കാരണങ്ങൾ പറഞ്ഞിട്ട് അതൊക്കെ നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. അതും സംബന്ധിച്ചു. മോട്ടിവേഷൻ കലം പൊട്ടിക്കുന്ന എന്തിനാ? എന്തായാലും മറുപടി, കലം പൊട്ടിക്കുന്ന എന്തിനാ? ഈ സ്വരാട് ഭഗവാന്റെ ഇഷ്ടമാണ്. പൂതനയ്ക്ക് എന്തിനാ മോക്ഷം കൊടുത്തേ? ഭഗവാന്റെ ഇഷ്ടം. കാലിയെ വെറുതെ വിട്ട എന്താ? ഭഗവാന്റെ ഇഷ്ടം. എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള പരിപൂർണ സ്വാതന്ത്ര്യമുള്ള വ്യക്തി അത് ഭഗവാൻ മാത്രമേ ഉള്ളൂ. ആ സ്വാതന്ത്ര്യം നമുക്ക് വേണമെന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മളെ ഈ ഭൗതിക ലോകത്തിലോട്ട് വിട്ടത്. നീ കല്യാണം കഴിക്കുക, ഭാര്യ ഭർത്താവ് മക്കളുമായിട്ട് സമ്മതിക്കുക, അവിടെ നിനക്ക് എന്ത് ഇഷ്ടമാണ്. ഇന്ന് ചമ്മന്തി മതി, ചമ്മന്തി ഉണ്ടാക്കി. ഇന്ന് ആഹാരം കഴിക്കേണ്ട. പക്ഷെ അത് ആധ്യാത്മ ലോകത്തിന് പറ്റത്തില്ല. ആ സ്വാതന്ത്ര്യം നമുക്ക് വേണമെന്ന് തോന്നിയപ്പോഴാണ് നമ്മൾ ഭൗതിക ലോകം ഉണ്ടാക്കിയത്. അപ്പൊ ഇവിടെ സ്വരാട്. അപ്പൊ മൂന്നാമത്തെ വിശേഷണമാണ് ഭഗവാൻ സ്വരാടാണ്, സ്വതന്ത്രനാണ്, ഒരു ബന്ധനവും ഇല്ല, ഭഗവാൻ ഇഷ്ടമുള്ളത് ചെയ്യാം. അപ്പൊ ആദ്യത്തെ മൂന്ന് വിശേഷങ്ങൾ ഏതൊക്കെയാണ്? ജന്മാദിയഥ ജന്മം മുതലായവ. ജന്മം എന്ന് പറഞ്ഞ സൃഷ്ടി, സ്ഥിതി, പരിപാലനം. സൃഷ്ടി, സ്ഥിതി, വിനാശം, സംഹാരം. മൂന്നാമത് പറഞ്ഞത് അന്വയാത് ഇതരത ച അർത്ഥേഷ അഭിഞ്ച, എല്ലാ പ്രപഞ്ച രഹസ്യങ്ങളെ കുറിച്ച് അറിയാം. മൂന്നാമത്തേത് സ്വരം. ഞാൻ എന്താ ഈ റിപ്പീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഭാഗവതത്തിന്റെ ഈ കേൾക്കുന്ന തത്വങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മനസ്സിൽ നിന്ന് പോകാൻ പാടില്ല. നമ്മൾ കൃഷ്ണനെ കാണുമ്പോൾ നമ്മുടെ ഈ 7 വിശേഷങ്ങൾ നമ്മുടെ മനസ്സിൽ വരണം. അപ്പൊ നമ്മൾക്ക് ഭഗവാനിൽ ഭക്തി കൂടണം, പ്രേമം കൂടണം, ബഹുമാനം കൂടണം, സ്നേഹം കൂടണം. ഈ ഭഗവാനാണ് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, ഇതെല്ലാം ഭഗവാന്റെയാണ്. ആ ഒരു തോന്നൽ നമ്മുടെ ഉള്ളിൽ വരണം. അയ്യോ, ഭഗവാൻ എല്ലാം അറിയാം, എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളും അറിയാം, ഞാൻ അവരെക്കുറിച്ച് തെറ്റായിട്ട് ചിന്തിക്കാൻ പാടില്ല. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ വരും. അതുകൊണ്ടാണ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് അമൃത അതിനകത്ത് തലയ്ക്കകത്ത് കയറാൻ ശ്രമിക്കുന്നത്. ഭഗവാൻ സ്വതന്ത്രനാണ്. അപ്പൊ ആരെങ്കിലും നമ്മൾ ചോദിക്കും, ഇത് എന്തിനാ കൃഷ്ണ അങ്ങനെ ചെയ്ത്? ഈശ്വരാട്. ആർക്ക് നഷ്ടം? ആർക്ക് ചോദിക്കാൻ പറ്റും? ചോദിക്കാൻ പറ്റില്ല. സ്വരാട്. ഇനി നമുക്ക് നാലാമത്തെ വിശേഷം നോക്കാം. ഞാൻ സ്പീഡിലാ പോകുന്നെങ്കിൽ നിങ്ങൾ പറയണം. തേനെ ബ്രഹ്മഹൃദയ ആദികവയെ. ആദികവി ആരാ? ആദികവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മാവ്. ആരാണോ സൃഷ്ടിയുടെ ആരംഭത്തിൽ ബ്രഹ്മാവിന്റെ ഹൃദയത്തിൽ അറിവിന്റെ പ്രകാശം പകർന്നു നൽകിയത്. അറിവെന്ന് പറഞ്ഞാൽ എന്തുവാ? വേദം. വേദം എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ അറിവെന്നാണ്. വേദാന്തം എന്ന് പറഞ്ഞാൽ അറിവിന്റെ എൻഡ്, അവസാനം. പിന്നെ അറിയാനൊന്നുമില്ല. അതുകൊണ്ടാണ് വേദാന്തം. ആ അറിവിന്റെ പ്രകാശം ആരുടെ ഹൃദയത്തിൽ ആദ്യമായിട്ട് പകർന്നു? സൃഷ്ടിയുടെ ആരംഭത്തിൽ. അവിടെ വേദങ്ങള് ആരും രചിച്ചതല്ല. വേദവ്യാസം എന്ന് പറഞ്ഞാൽ വേദത്തിനെ 4 വേദമാക്കിയത് കൊണ്ടാണ്. വേദം ഭഗവാന്റെ ഇൻസ്ട്രക്ഷൻസ് ആണ്, ഭഗവാന്റെ ഉപദേശങ്ങളാണ്. അത് ഭഗവാൻ ആദ്യം കൊടുത്തത് ബ്രഹ്മാവിനാണ്. അതെങ്ങനെയാ കൊടുത്തേ? ഭഗവാൻ അർജുനന് ഗീത ഉപദേശം കൊടുത്ത പോലെയല്ല, ഹൃദയത്തിൽ പ്രകടിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. ഹൃദയത്തിൽ
ഇപ്പൊ പലരും ചിന്തിക്കേണ്ടത് ഇതുപോലെ ഭഗവാൻ എന്റെ ഹൃദയത്തിൽ നിന്ന് ഭാഗവതം മാത്രം ഒന്ന് പ്രകടിപ്പിച്ചു തന്നായിരുന്നെങ്കിൽ ഞാനും വിചാരിച്ചിട്ടുണ്ട്. നടക്കത്തില്ല, അതുകൊണ്ട് വിട്ടേക്കാം. ഇവിടെ ഭഗവാന്റെ നാലാമത്തെ ഗുണം എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? തേനേ ബ്രഹ്മഹൃദായ ആദികവയെ. അതായത് ഈ ആധ്യാത്മികമായ പ്രകാശം, അറിവെന്ന് പറയാൻ പറ്റത്തില്ല, ആധ്യാത്മികമായ പ്രകാശം ബ്രഹ്മാവിന്റെ ഹൃദയത്തിൽ പറന്നു കൊടുത്തതാരോ? ഭഗവാൻ. അഞ്ചാമത്തെ വിശേഷണം മുഹ്യന്തി യസ് സൂരയ. സൂര്യ എന്ന് പറഞ്ഞാൽ വലിയ വലിയ മുനിമാര്, ഋഷിമാര്, ദേവന്മാര്, ഇവരെയൊക്കെയാണ് സൂരയ എന്ന് പറയുന്നത്. മുഹ്യന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹിപ്പിക്കുന്നവനാരോ, അതാണ് മുഹ്യന്തി. മോഹിപ്പിക്കുന്നവൻ, മോഹിപ്പിക്കുന്നവൻ ഭ്രമിപ്പിക്കുന്നവൻ, കൺഫ്യൂസ് ചെയ്യുന്നവൻ. അപ്പം ആരാണോ എത്ര ആധ്യാത്മികമായ അറിവുള്ള മുനിമാരെയും ഋഷിമാരെയും എത്രയധികം പവറുള്ള ദേവന്മാരെയും, ദേവന്മാരുടെ ബ്രഹ്മാവ് വരെ വരും, അവരെയൊക്കെ മോഹിപ്പിക്കും. നമുക്കറിയാം ബ്രഹ്മവിമോഹനിലെ ബ്രഹ്മാവ് മോഹിച്ചു, ദേവേന്ദ്രൻ മോഹിച്ചു, ഭ്രമിച്ചു. അപ്പൊ അങ്ങനെ ആരെയും മോഹിപ്പിക്കാൻ കഴിവുള്ളവൻ, അത് അഞ്ചാമത്തെ ഭഗവാന്റെ വിശേഷണമാണ്. നമ്മൾ ഏതൊക്കെ ചർച്ച ചെയ്തത് ഞാൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ എപ്പം ഉറക്കത്തിൽ ചോദിച്ചാലും പറയണം. ആദ്യത്തെ എന്തുവാ? ക്രിയേഷൻ, മെയിൻ്റനൻസ്, ഡിസ്ട്രക്ഷൻ. ശരിയാണ്. രണ്ടാമത്തേത് സൃഷ്ടിയെ കുറിച്ച് അറിയുന്നവൻ, എല്ലാത്തിനെ കുറിച്ച് അറിയുന്നവൻ. മൂന്നാമത്തെ ഒരാട്, പരിപൂർണമായ സ്വതന്ത്രം. നാലാമത്തേത് സൃഷ്ടിയുടെ ബ്രഹ്മാവിന്റെ ഹൃദയത്തിൽ ബ്രഹ്മാവിന് ആദ്യമായിട്ട് ഇത് കൊടുത്തത്. അഞ്ചാമത്തേത് എല്ലാവരെയും മോഹിപ്പിക്കുന്നവൻ, ഭ്രമിപ്പിക്കുന്നവൻ. അതായത് അതിന്റെ ഒരു വൃത്തം കൂടെ പറയാം, ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്തവൻ. നമ്മളെപ്പോഴാ ഭ്രമിക്കുന്നത്? നമ്മളൊരു കയറ് കണ്ടിട്ട് പാമ്പാന്ന് തോന്നുന്നു, നമ്മൾ ഭ്രമിച്ചു എന്ന് വെച്ചാൽ എന്റെ അർത്ഥം എന്താ? നമുക്ക് ആ കയറിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല, അതുകൊണ്ടല്ലേ നമ്മൾ ഭ്രമിക്കുന്നത്. അപ്പൊ നമ്മൾ ഭഗവാന്റെ ലീലകൾ കണ്ടിട്ട് നമുക്കൊന്നും മനസ്സിലാകും. ഭഗവാന്റെ ലീലകൾ ഒരിക്കലും എന്തിനു ചെയ്യുന്നു, എപ്പോ അടുത്ത നിമിഷം എന്ത് ചെയ്യും, എന്ത് ചെയ്യണം, എന്ത് നമുക്കൊന്നും മനസ്സിലാകത്തില്ല. നമുക്കത് ഇപ്പൊ ഞാൻ പറയാം, നമ്മുടെ ഗുരു മഹാരാജ് പരംപൂജ്, ഞാൻ അദ്ദേഹത്തിന്റെ പേര് വളരെ കുറച്ചേ ഉച്ചരിക്കാറുള്ളൂ. നിങ്ങൾക്കറിയാം എന്റെ ഗുരു ആരാന്ന്. എന്തുകൊണ്ടാണ് ഉച്ചരിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് അതിനുള്ള യോഗ്യതയില്ല. ഇതിന്റെ പേര് പറയാൻ പോലുള്ള യോഗ്യതയില്ല. അതുകൊണ്ട് ഞാൻ വളരെ അപൂർവമായിട്ട് പേര് പറയത്തുള്ളൂ. ആരെങ്കിലും ചോദിച്ചാൽ മാത്രം ആരുടെ ശിഷ്യനാണെന്ന് ചോദിച്ചാൽ മാത്രം, അല്ലെങ്കിൽ നിങ്ങളുടെ ഗുരു ആരാന്ന് ചോദിച്ചാൽ മാത്രമേ ഞാൻ പേര് പറയുള്ളൂ. എന്റെ ഈ നാവ് കൊണ്ട് ഉച്ചരിക്കാൻ എനിക്ക് യോഗ്യതയില്ല. അപ്പൊ എന്റെ ഗുരു മഹാരാജിന്റെ ഇത്രയധികം അസുഖങ്ങൾ, അദ്ദേഹം ഭഗവാന്റെ ശുദ്ധഭക്തനാണ്. ഇത്രയധികം അസുഖം, എഴുന്നേറ്റ് നടക്കാൻ മേല, ഇരിക്കാൻ മേല, കിടക്കാൻ മേല, കഴിക്കാൻ മേല, വെള്ളം കുടിക്കാൻ മേല. എന്തിനാ ഭഗവാൻ അത്രയും കൊടുത്തത്? അറിയില്ല. നമ്മളെ ഭ്രമിപ്പിക്കും. നമുക്ക് പലപ്പോഴും തോന്നുന്നു ഇത്ര ഭഗവാന്റെ ശുദ്ധഭക്തനായിട്ട് പോലും അദ്ദേഹത്തിന്റെ എന്തുകൊണ്ട് വന്നപ്പോൾ നമ്മുടെയൊക്കെയാണ് നമ്മളെ ഭ്രമിപ്പിക്കും. അപ്പം ഭ്രമിപ്പിക്കാന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്തവൻ. 12 മഹാജന്മാരെ കുറിച്ച് ഭാഗവത്തിൽ വരുന്നുണ്ട്, അവരെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും. ആ 12 മഹാജന്മാർക്ക് പോലും ഭഗവാനെ കുറിച്ച് കുറച്ചറിയാം എന്നാണ് ധർമ്മരാജാവ് തന്റെ കിങ്കരന്മാരോട് പറയുന്നത്. അതായത് കുറച്ച് മാത്രം അറിയാവും. അപ്പൊ ആരെയും മോഹിപ്പിക്കുന്ന, ഭ്രമിക്കുന്ന പറഞ്ഞാൽ ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്തവൻ. അടുത്ത വിശേഷണം, ആറാമത്തെ വിശേഷണം, തേജോ വാരി മൃതാം യഥാ വിനിമയ. അതായത് എങ്ങനെയാണ് മോഹിപ്പിക്കുന്നത്? ഇപ്പൊ നമ്മൾ ആ അഞ്ചാമത്തിൽ പിന്നെ പറഞ്ഞത് മോഹിപ്പിക്കും. ഇപ്പൊ എങ്ങനെയാണ് മോഹിപ്പിക്കുന്നത്? അതായത് ചിലപ്പോൾ അഗ്നിയുടെ ജ്വാലകൾ കാണുമ്പം വെള്ളമാണെന്ന് തോന്നും, വെള്ളം കാണുമ്പോൾ അഗ്നിയാണെന്ന് തോന്നും. എനിക്കിത് വന്നപ്പോൾ ഓർമ്മ വന്നെന്താ അറിയോ? ഞാന് 1993 മുതൽ 96 വരെ അമൃത്സറിൽ, അന്ന് വൈഫും മോനന്ന് 1 വയസ്സുള്ളൂ. ഒരു വയസ്സ്, മോൻ 92, അന്ന് 1 വയസ്സ് 2 വയസ്സൊക്കെ അവിടെയായിരുന്നു അമൃത്സറിൽ. അപ്പൊ എന്റെ ഓഫീസിന്റെ പിന്നെ ബാക്കിൽ ഭയങ്കര ഒരു പിന്നെ ഡ്രിൽ ഗ്രൗണ്ടാണ്. PT ഒക്കെ ചെന്നത് വലിയ ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ട് ഇത് ചെയ്തതാണ്, എന്താണ്, ടാറിങ് ചെയ്ത ഗ്രൗണ്ടാണ്, ടാറിങ് പോലെ പറ്റിയിട്ട്. അപ്പൊ അമൃത്സറിലെ ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പും ചൂട് 1 ഡിഗ്രിയൊക്കെ വരും. തണുപ്പ് 1 ഡിഗ്രിയൊക്കെ വരും, ചൂടും ഭയങ്കര ചൂടാണ്. അപ്പൊ ഉച്ചയ്ക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് പോകുമ്പോൾ അതിന്റെ സൈഡിൽ കൂടെ പോകുന്നത്. അപ്പൊ ആ പിന്നെ ഗ്രൗണ്ടിലോട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്കൊന്നും വെള്ളം കെട്ടിക്കിടക്കുകയാണെന്ന് തോന്നും. ഇപ്പൊ എനിക്ക് ഇന്നത് ഈ നോട്ട്സ് ഉണ്ടാക്കി വന്നപ്പോൾ എനിക്കത് ഓർമ്മ വന്നത്. നമുക്കൊന്നും വെള്ളം കിടക്കുകയാണെന്ന് തോന്നുന്നു. നമുക്ക് ചിലപ്പോൾ പോയി നോക്കണമെന്ന് വെള്ളം. പക്ഷെ എന്തുവാ, ആ ചൂട്ട് കടിച്ചിട്ട് ആ മുഴുവൻ ജ്വാലയുടെ ഇതുകൊണ്ടാണ്. ഇതാണ് മരുപ്പച്ചൻ നമ്മൾ കേട്ടിട്ടില്ലേ? മരുഭൂമിയിൽ കൊട്ടകങ്ങളൊക്കെ പോകുന്ന വെള്ളമാണെന്ന് പറഞ്ഞിട്ട് അവിടെ വരെ പോയിട്ട് ചത്തു പോകുന്ന അങ്ങനെയാണ്.
അപ്പൊ ഇതിനകത്ത് പറയുന്നത് ഭൂമി കാണുമ്പോൾ ജലം, ജലം കാണുമ്പോൾ അഗ്നിയും തോന്നും. അപ്പൊ എപ്രകാരം നമ്മൾ ഈ പ്രകൃതിയിലെ ഓരോന്നും കണ്ടിട്ട് മോഹിക്കപ്പെടും. പ്രകൃതി സൃഷ്ടിച്ചിരിക്കുന്നത് നമുക്കൊന്നും മനസ്സിലാകില്ല. പ്രകൃതിയുടെ ഓരോ ലീലകൾ നമ്മൾ കാണുമ്പോൾ ഒന്നും മനസ്സിലാകില്ല. എങ്ങനെയാണ് ഈ പ്രകൃതി സൃഷ്ടിച്ചിരിക്കുന്നത്? കടലിലെ വെള്ളം എന്തുകൊണ്ട് പറ്റില്ല? എത്ര മഴ, എത്ര വെള്ളപ്പൊക്കം, എത്ര ഫ്ലഡ് ഉണ്ടായാലും കടൽ എന്താ ഓവർഫ്ലോ ആകാത്ത? കരയടിച്ച് കയറാറുണ്ട്. കടൽ ഞാൻ പല പിടിച്ചിട്ടുണ്ട് കടൽ ഓവർഫ്ലോ ആകാൻ. ഭൂമി ഉരുണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ വെള്ളം താഴെ ഇവിടെ നിന്നൊക്കെ പോയി എന്തൊക്കെയാ നമുക്കറിയില്ല. എന്താ ഗുരുത്വാകർഷണം ഇങ്ങനെയൊക്കെയുള്ളൂ. ഈ പ്രകൃതിയിൽ നമുക്ക് കൺഫ്യൂസ് ചെയ്യാം. തേജോ വാരി മൃത യഥാ വിനിമയം. അതായത് അഗ്നിയെ കാണുമ്പോൾ ജലം കാണും, ജലമാണെന്ന് തോന്നും, ജലം കാണുമ്പോൾ അഗ്നിയാണെന്ന് തോന്നുന്നു. അതേപോലെയാണ് അഞ്ചാമത്തെ വിശേഷം പറഞ്ഞ മുഖ്യന്തിയ സൂരയ. വളരെ വളരെ വലിയ പണ്ഡിതന്മാരെ, ജ്ഞാനികളെയും വലിയ വലിയ ആൾക്കാരെയും മോഹിപ്പിക്കും. അതുപോലെ പരംപുരുഷത്വം ഭഗവാനെ കണ്ടിട്ടും നമ്മൾ ഭ്രമിച്ചു പോകും. അദ്ദേഹത്തിന്റെ ലീലകൾ കണ്ടിട്ട് ഭ്രമിച്ചു പോകും. ഒന്ന് ആലോചിച്ച് നോക്കുക. രാമാവതാരത്തിൽ 12 വർഷം മനത്തിൽ കടന്ന് കറങ്ങി. എന്തിന്റെ ആവശ്യം? നേരെ പേര് രാവണനെ കൊന്ന പോരെ? അതിനൊന്നും ഉത്തരങ്ങളില്ല. പല കാരണം, എന്ത് കാരണം പറഞ്ഞാൽ ഇപ്പൊ ധർമ്മം പുനഃസ്ഥാപിക്കാൻ ഭഗവാൻ വരേണ്ട ആവശ്യമില്ല. യുധിഷ്ഠിർ മഹാരാജയെ പോലെയോ അല്ലെങ്കിൽ പൃഥു മഹാരാജാവിനെ പോലെയോ പരീക്ഷിത് മഹാരാജാവിനെ പോലെയോ ആരെങ്കിലും മതി, ധർമ്മം പുനഃസ്ഥാപിക്കപ്പെടും. ശത്രുക്കളെ ഇല്ലാക്കണമെങ്കിൽ അതുപോലുള്ള ആരെങ്കിലും വിട്ടാൽ മതി. ശിവജി മഹാരാജ പോലുള്ള ആരെങ്കിലും വിട്ടാൽ മതി. എന്തിനാ സ്വയം വന്നേ? സ്വരാട് നമുക്കാർക്കും മനസ്സിലാകില്ല. അപ്പൊ ഭഗവാന്റെ ലീലകള്, ഭഗവാന്റെ സൃഷ്ടി, ഭഗവാന്റെ ഇതൊക്കെ കണ്ടിട്ട് ഭ്രമിക്കപ്പെടും. എങ്ങനെ ഭ്രമിക്കപ്പെടും? അഗ്നി കണ്ടിട്ട് ജലം, ജലം കണ്ടിട്ട് അഗ്നിയാണെന്ന് തോന്നുന്ന പോലെ, മരീചിക കണ്ടിട്ട് മരിപ്പച്ച കണ്ടിട്ട് മോഹിക്കുന്നത് പോലെ മുഹ്യന്തിയ സൂരയ, വലിയ വലിയ ആൾക്കാർ പോലും മോഹിക്കപ്പെടും. പറഞ്ഞെന്താ? തേജോ വാരി മൃതം യഥാ വിനിമയോ എത്ര തിർസർഗോ അമൃഷ. ആറാമത്തെ എന്താണ്? അപ്പൊ ഭഗവാന്റെ മായാശക്തി രണ്ടും ഒന്നിച്ചുള്ളതാണ് ഞാൻ പറഞ്ഞത്. തേജോവാരി മൃതാം ഇതിന്റെ കൂടെ ഉള്ളതാണ്. ഏതാ? മുഹ്യന്തിയ സൂര്യയുടെ കൂടെ ഉള്ളതാണ് തേജോവാരി മൃതം. അതായത് രണ്ടും ഒന്നിച്ചാണ്. മോഹിപ്പിക്കുന്നു. രണ്ടാമത്തത് എങ്ങനെ മോഹിപ്പിക്കുന്നു. അതായത് മുഹ്യന്തിയ സൂര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മോഹിപ്പിക്കുന്നു, ജ്ഞാനികളായ ആൾക്കാരെ മോഹിപ്പിക്കുന്നു. തേജോവാരി മൃതാം യഥാ വിനിമയം എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് മോഹിപ്പിക്കുന്നത്. അത് രണ്ടും അഞ്ചാമത്തെയാണ്. അപ്പം തേജോവാരി മൃത യഥാ വിനിമയം എത്ര തിരുസർഗോ അമൃഷ, അത് ആറാമത്തേതാണ്. ഭഗവാന്റെ മായാശക്തിയിൽ നിർമ്മിക്കപ്പെട്ട ഈ ഭൗതിക ലോകം ക്ഷണികമാണ്. ഇവിടെ ഒന്നും ശാശ്വതമല്ല. ഇതെല്ലാം മായയുടെ പ്രേരണയാൽ എല്ലാം നമുക്ക് ശാശ്വതമാണെന്ന് തോന്നും. നമ്മളെ ഏറ്റവും കൂടുതൽ ഇതും മോഹത്തിനകത്ത് വരുന്നത് ഏറ്റവും കൂടുതൽ മോഹിപ്പിക്കുന്ന ആരാണ്? ഭഗവാൻ. അതായത് ഈ ഭൗതിക ലോകത്തില് ഒരു കാര്യവും ശാശ്വതമല്ല. നമ്മൾ ഈ കാണുന്ന ബിൽഡിംഗ് ആകാം, വ്യക്തികളാകാം, വസ്തുക്കളാകാം, ഇതെല്ലാം ഇന്നല്ലേ നാളെ നശിക്കും. ഒൺലി മാറ്റർ ഓഫ് ടൈം. അതിനാണ് നമ്മൾ കാലം എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് തോന്നും നമ്മൾ പെർമനന്റ് ആണ്, നമ്മൾ നാശമില്ലെന്ന്. നമുക്ക് എത്ര വയസ്സായാലും തോന്നും നമ്മളിപ്പം മരിക്കത്തില്ല. നമ്മുടെ ബന്ധങ്ങളെല്ലാം ശാശ്വതമാണെന്ന് തോന്നും. നമ്മളെല്ലാം മുറുകി പിടിച്ചു വെച്ചിരിക്കും. ഇതിനാണ് മായ എന്ന് പറയുന്നത്. അപ്പൊ ആരാണോ ഏറ്റവും കൂടുതൽ നമ്മളെ മോഹിപ്പിക്കുന്നത് അതാണ് ഭഗവാൻ. ഭഗവാന്റെ ആറാമത്തെ വിശേഷണം. ഇനി ഏഴാമത്തെ വിശേഷണത്തിൽ പോകാൻ നമുക്ക് ധാംനാസ്വേന സദാ നിരസ്ത ഗുഹം. അപ്പൊ നമ്മൾ ആദ്യത്തെ വിശേഷത്തിൽ കണ്ടതുപോലെ ഈ ലോകം മുഴുവൻ ഭഗവാനാണ് സൃഷ്ടിക്കപ്പെട്ടത്. നമ്മൾ ആദ്യം പറഞ്ഞു സൃഷ്ടിക്ക് സംഹാരം, ജന്മാദ്യസോദ്യാനി ഇതരത ചാർത്തേഷാപിഞ്ച സൃടാ വരി. നമ്മൾ ജന്മ ആദിയിൽ കണ്ടു സൃഷ്ടി ഭഗവാൻ. പക്ഷെ ഭഗവാൻ ഈ ഭൗതിക ലോകത്തിൽ സൃഷ്ടിച്ചത് പോലെങ്കിലും ഭഗവാൻ വസിക്കുന്നത് എവിടെയാണ്? ധാമാസ്വേന സദാ നിരസ്ത, ഭഗവാന്റെ സ്വന്തം ധാമത്തിൽ. അതെന്തുവാ? നിരസ്ത ഗുഹകം. അവിടെ ഭൗതിക ലോകത്തിന് മായയ്ക്ക് എൻട്രി ഇല്ല. മായാശക്തിയുടെ പ്രഭാവമില്ലാത്തടത്താണ് ഭഗവാൻ വസിക്കുന്നത്. ഭഗവാന്റെ അതായത് ആറാമത്തെ വിശേഷണം എന്ന് പറയുന്നത് ഭഗവാന്റെ ലോകത്തിൽ മായയ്ക്ക് പ്രവേശനം. ഭഗവാന്റെ ശക്തിയാണ്, പക്ഷേ ഭഗവാന്റെ ശക്തിയാണെങ്കിൽ ആ ശക്തിക്ക് അവിടെ പ്രവേശനമില്ല. ഇതിനെക്കുറിച്ച് വളരെ പല ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ വരാം. ഒരു ചോദ്യം ഞാൻ ചോദിക്കാം നിങ്ങളോട്. ഞാൻ പറഞ്ഞു ഭഗവാന്റെ ധാമില് മായയ്ക്ക് എൻട്രി ഇല്ലെന്ന്. ക്രോധം, അഹങ്കാരം എന്ന് പറയുമ്പോൾ മതം എന്ന് ഒരു അർത്ഥം വേണ്ടി പറയാം. അഹങ്കാരം ഇത് മായയുടെ ഒരു ഗിഫ്റ്റാണ്. ക്രോധം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഈ അഹങ്കാരം എന്തെന്ന് പറയുന്നത് അഹങ്കാരം ഇത് മായയുടെ സൃഷ്ടിയാണ്. സനത് കുമാരന്മാര് വൈകുണ്ഠത്തിൽ എൻട്രി ചെയ്തപ്പം
ജയവിജയന്മാർ അവരെ സ്റ്റോപ്പ് ചെയ്തു. സനത്കുമാരന്മാർക്ക് ക്രോധമുണ്ടായി. മായയ്ക്ക് പ്രവേശനമില്ലാത്ത അവർക്ക് അവിടെ എങ്ങനെയാ ക്രോധം ഉണ്ടായത്? ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, അവരുടെ ഉള്ളിൽ അഹങ്കാരം വന്നു, അതുകൊണ്ടാണ് അവരെ നിർത്തി അഹങ്കാരം മാറ്റാനാണ് ഭഗവാൻ ചെയ്യുന്നത് പറഞ്ഞു. അപ്പൊ അഹങ്കാരം എങ്ങനെയുണ്ട്? ഈ രണ്ട് ചോദ്യമുണ്ട്. ഒന്ന്, ജയവിജയന്മാരുടെ ഉള്ളിൽ അഹങ്കാരം എങ്ങനെയുണ്ടായി? രണ്ട്, സനത്കുമാരന്മാർക്ക് ക്രോധം എങ്ങനെയുണ്ടായി? ചോദ്യത്തിന് ആർക്കെങ്കിലും ഉത്തരം ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറയാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഭഗവാന്റെ ലീലാശക്തിക്ക് അങ്ങനെ ഒരു ലീല ആടണം എന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ടായിരിക്കണം. തീർച്ചയായിട്ടും മാതാജി, മാതാജി ശരിയാണ്. ഭഗവാന്റെ ഇഷ്ടത്തിനാണ് അത് സംഭവിച്ചത്. അവിടെ മായയുടെ ഇഷ്ടത്തിനല്ല. ഭഗവാന്റെ ഇന്റർണൽ പൊട്ടൻസി യോഗമായാണ് അത് ചെയ്യിച്ചത്. കാരണം ഭഗവാന്റെ ലീലകൾ നടക്കാൻ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ ഭക്തരെ ഉപയോഗിക്കും. ഒപ്പം തന്നെ ഭഗവാൻ രണ്ട് എന്താ പറയുന്നതിന് രണ്ട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒന്ന്, ഏത് പൊസിഷനായാലും ശരി, നീ എത്ര വലിയ ഭക്തനായാലും ശരി, ഉള്ളിൽ അഹങ്കാരം വന്ന് ഞാൻ ക്ഷമിക്കില്ല. എന്റെ സ്വന്തം പാർഷദന്മാരോട് ഞാൻ ക്ഷമിച്ചില്ല. മനസ്സിലായില്ല? ചിലർക്ക് നമുക്ക് തോന്നും, ഞാൻ 20 വർഷമായി 25 വർഷമായി ഞാനിപ്പോ ടെമ്പിൾ പ്രസിഡന്റായി, ഞാൻ ഇത്രയും സേവ ചെയ്യുന്നു, എന്റെ തെറ്റുകളൊക്കെ ഭഗവാൻ ക്ഷമിക്കുന്നോ? ഈ തെറ്റുകൾ ക്ഷമിക്കുക. അഹങ്കാരം ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഭഗവാൻ ഇന്ദ്രനെ വിട്ടില്ല, ബ്രഹ്മാവിനെ വിട്ടില്ല, സ്വന്തം പാർഷദന്മാരെ വിട്ടില്ല. നമ്മളൊക്കെ ഏത് അണുവാണ്. 4, ക്രോധം. ക്രോധത്തിനെ അടക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. അവര് 4 പേരും എന്തായാലും സനത്കുമാരന്മാർ 4 പേരും അവരുടെ ക്വാളിറ്റി എന്താണെന്ന് നമുക്കറിയാം. അവർക്ക് പോലും ക്രോധം അടക്കാൻ കഴിയും. നമുക്ക് ക്രോധം അടക്കാൻ നമ്മൾ എത്രമാത്രം പരിശ്രമിക്കും. നോക്കി, ഇത് ഇങ്ങനെ ഉദാഹരണം ഇത് മനസ്സിലാക്കണം പറഞ്ഞാൽ പറയാം. സിഗരറ്റ് വലിക്കാത്ത ഒരു വ്യക്തിക്ക് ലങ്സ് ക്യാൻസർ ഉണ്ട്. സിഗരറ്റും ബീഡിയും ഒന്നും വലിക്കാത്ത ഒരു വ്യക്തിക്ക് ലങ്സ് ക്യാൻസർ ഉണ്ട്. അപ്പം ഒരാൾ പറയാണ്, സിഗരറ്റും ബീഡിയും വലിച്ചില്ലെങ്കിൽ ലങ്സ് ക്യാൻസർ ഉണ്ടാകും, പിന്നെ വലിച്ചാൽ എന്താ കുഴപ്പം? ഒരാൾ. വേറൊരാളെന്നെ കാണുന്നെങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, സിഗരറ്റ് വലിക്കാത്ത ഒരു വ്യക്തിക്ക് ലങ്സ് ക്യാൻസർ വന്നാൽ ഞാൻ വലിച്ചു കഴിഞ്ഞാൽ എനിക്ക് എത്ര പെട്ടെന്ന് വരും? ചാൻസസ് കൂടുതലല്ലേ, അതുകൊണ്ട് ഞാൻ വലിക്കുന്നില്ല. രണ്ട് വ്യക്തി കാണാം. അതേപോലെ നമ്മളുടെ ആധ്യാത്മികമായ ഉന്നതിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് പോലും ക്രോധം വരുമെങ്കിൽ ഞാൻ എന്റെ ക്രോധത്തിനെ അടക്കാൻ വേണ്ടി എത്രമാത്രം പരിശ്രമിക്കണം. കാരണം അത്ര മുഷ്കിലാണ് അതിനെ കൺട്രോൾ ചെയ്യാൻ. അപ്പൊ അതൊക്കെ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ ചെയ്തതാണ്. അപ്പം ഇവിടെ ഭഗവാന്റെ അവിടെ മായ ഇല്ല. അവസാനം പറയുന്നത് സത്യം പരം ധീമഹി. ഇത്രയും ഗുണമുള്ള ആ ഭഗവാൻ, ഏത് ഭഗവാനെ? 7 വിശേഷണമുള്ള ഭഗവാനെ. ഏത് ഭഗവാനെ? ആദ്യം പറഞ്ഞ ഭഗവാനെ. നമോ ഭഗവതേ വാസുദേവ. അതിൻ്റെ താഴെ 7 ഗുണങ്ങൾ. അതിൻ്റെ താഴെ പറയുന്നത് ആ ഭഗവാനെ ഞാൻ വന്ദിക്കുന്നു. നമുക്ക് എല്ലാവർക്കും വന്ദിക്കാം ആ ഭഗവാനെ. ഏത് ഭഗവാനെ? 7 ഗുണങ്ങളുള്ള, സർവ്വഗുണങ്ങളുള്ള ഭഗവാൻ പരംപുരുഷോത്തമൻ കൃഷ്ണനെ വന്ദിച്ചുകൊണ്ടാണ് ഭാഗവതം തുടങ്ങുന്നത്. അപ്പൊ ഇവിടെ ഞാൻ ഒരു കാര്യം കൂടെ ആരെങ്കിലും ചോദിക്കുകയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഇന്ന് ഒരു ശ്ലോകം എടുക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് അടുത്ത ആഴ്ച മുതൽ കുറച്ചുകൂടെ സ്പീഡിൽ പോകാം. 5-6 ശ്ലോകം അല്ലെങ്കിൽ ഒരു അധ്യായമൊക്കെ നമുക്ക് ഒരു ദിവസം കവർ ചെയ്യാൻ പറ്റും. അപ്പൊ ആരെങ്കിലും നമ്മളോട് ചോദിക്കുകയാണ്, കൃഷ്ണനാണ് ഭഗവാൻ, സുപ്രീം ലോർഡ്, എന്താ തെളിവ്? ശ്രീമദ് ഭാഗവതം ആദ്യത്തെ ശ്ലോകം തന്നെ. ഇനി അകത്തോട്ട് പോകുമ്പോൾ ഇഷ്ടം പോലെ ഉണ്ട്. ആദ്യത്തെ ശ്ലോകം തന്നെ, ഓ നമോ ഭഗവതേ വാസുദേവ, ഓ നമോ ഭഗവതേ വിഷ്ണുവായി എന്ന് പറഞ്ഞില്ല. വാസുദേവൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണന്റെ പര്യായമാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം സുപ്രീം ലോർഡ്? ഈ 7 ഗുണങ്ങൾ ആരിലുണ്ടോ അവർ ഭഗവാനാണ്. ഇപ്പൊ ചിലർ പറയാണ് ശിവനും ഭഗവാനാണ്, കാർത്തികനും ഭഗവാനാണ്, ഗണേശനുമാണ്, എല്ലാം ഭഗവാനാണെങ്കിൽ ഈ 7 ഗുണങ്ങളുണ്ടെങ്കിൽ നമുക്കും പറയാം പിന്നെ സത്യം പരം ധീമഹി. അവരാരും വന്ദിക്കരുന്നല്ല ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ട് കൃഷ്ണനെ നമ്മൾ ഭജിക്കുന്നു? എന്തുകൊണ്ടാണ് നിങ്ങൾ കൃഷ്ണഭക്തൻ ആരെങ്കിലും ചോദിച്ചാൽ എന്ത് പറയണം? ഭാഗവതത്തിൽ ആദ്യത്തെ ശ്ലോകം എടുത്തിട്ട് വായിക്കും. ഓ നമോ ഭഗവതേ വാസുദേവ ശ്ലോകം കാണാൻ അദ്ദേഹത്തിന് ഭാഗവതം എടുത്ത് വെച്ച് വായിക്കാൻ പറയണം. അല്ലെങ്കിൽ ഭാഗവതം നിങ്ങൾ തുറന്ന് കാണിച്ചു കൊടുത്ത് പറയണം. അങ്ങനെയുള്ള ഭഗവാനെയാണ് സത്യം പരം ധീമഹി. ശുകഗോസ്വാമി വന്ദിക്കുന്നത്, നാരദമുനി വന്ദിക്കുന്നത്, വ്യാസഭഗവാൻ വന്ദിക്കുന്നത്. അതുകൊണ്ട് ഞാനും വന്ദിക്കുന്നു, എന്റെ ഗുരുവും വന്ദിക്കും. എന്റെ ഗുരു വന്ദിക്കുന്നു, എന്റെ ഗുരു പറഞ്ഞു ഞാനും വന്ദിക്കുന്നു. എന്റെ ഗുരു വന്ദിക്കാൻ പറഞ്ഞപ്പോ ഞാൻ വന്ദിച്ചില്ല. എന്റെ ഗുരു എന്നെ കാണിച്ചു തന്നു എന്തുകൊണ്ട് വന്ദിക്കണമെന്ന്. ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നീ വന്ദിക്കണമെന്ന്. നമ്മളുടെ വൈദിക നിയമത്തിൽ എന്തും പറയുന്ന എല്ലാം കേട്ട് എണ്ണിച്ചു പോകില്ല. അതായത് ഇപ്പൊ പറയുന്നത് ദീപാവലിക്ക് പടക്കം പൊട്ടിച്ച നരകത്തിൽ പോകും. ചില മതക്കാർ പറയാറുണ്ടല്ലോ, ഓണത്തിന് ആരുടെങ്കിലും വീട്ടിൽ പോയാൽ ഇത് പോകും, എന്താ നരകത്തിൽ പോകും. നമ്മൾ വിശ്വസിക്കുന്നത് എവിടെ എഴുതി വെച്ചെന്ന് ചോദിക്കും. അർജുനോട് ഭഗവാൻ ഓരോ ഉപദേശം കൊടുക്കുമ്പോൾ അർജുൻ ഓരോ ചോദ്യം ചോദിക്കുന്നുണ്ട്.
പരീക്ഷിത് മഹാരാജാവ് ശുഭോസൻ വിവാദം കൊണ്ടും ഓരോ ചോദ്യം ചോദിക്കുന്നുണ്ട്. നമ്മളുടെ ശാസ്ത്രം അങ്ങനെയാണ്. അത് ആരെങ്കിലും പറയുകയാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് കൃഷ്ണ മാത്രം ആരാധിക്കുന്നത്? കൃഷ്ണ മാത്രം നമ്മളെല്ലാവരും ആരാധിക്കുന്നത്, പക്ഷെ എന്റെ ദൈവം കൃഷ്ണനാണ്. കാരണം ഭാഗവത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അതുപോലെ ആരെങ്കിലും കാണിച്ചു തരാമെങ്കിൽ അവരുടെ കാലം തൊട്ട് വരിക. ചിലപ്പം ഈ സോ കോൾഡ് ദൈവം എന്താണ് പറയുന്നത്, ഈ അവതാര പുരുഷന്മാർ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇതാണ് ദൈവം, മായാരങ്ങൾ കാണിച്ചിട്ട് അന്തരീക്ഷം പൊടിയെടുത്ത് കാണിച്ചിട്ട് ദൈവം. ഈ പറഞ്ഞ 7 ഗുണങ്ങൾ നിങ്ങൾക്കുണ്ടോ? സൃഷ്ടി സ്ഥിതി സംഹാരത്തിന് കാരണം നിങ്ങളാണോ? ആണെന്ന് പറഞ്ഞാൽ ശരി, ഒരു തീപ്പെട്ടി കമ്പ് സൃഷ്ടിച്ച് കാണിച്ചത് നിങ്ങൾ. അന്തരീക്ഷം നിന്ന് പൊടിയെടുത്തത്, എനിക്ക് കുറച്ച് മൈദാപ്പൊടി എടുത്തതാ, അല്ലെങ്കിൽ അവര് മൈദാപ്പൊടി എടുത്തതാണ്, എനിക്ക് വേറെ പൊടിയെടുത്തതാ. അപ്പം പറഞ്ഞതിന്റെ അർത്ഥം എന്തുകൊണ്ടാണ് നമ്മൾ കൃഷ്ണനെ ആരാധിക്കുന്നത് ചോദിച്ചാൽ അതിന്റെ പ്രൂഫ് ശ്രീമദ് ഭാഗവത്തിൽ ആദ്യത്തെ ശ്ലോകമാണ്. ഇനി ഒരുപാട് ശ്ലോകങ്ങളുണ്ട്. ഇന്ന് നമ്മൾ ഇവിടെ നിർത്തുകയാണ്. അടുത്ത ആഴ്ച നമ്മൾ കുറച്ചുകൂടെ സ്പീഡിൽ പോവാം. ഒന്നിൽ കൂടുതൽ ശ്ലോകങ്ങൾ എടുക്കാം. ഒരു അധ്യായം കവർ ചെയ്യാൻ ഞാൻ ശ്രമിക്കും. വളരെ മനോഹരമായിട്ട് നമുക്ക് ചർച്ച ചെയ്ത് മുമ്പോട്ട് പോവാം. എന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. എല്ലാവരും എല്ലാ ദിവസവും വരിക. ഇല്ലെങ്കിൽ എന്താ പറയുന്നത്, ആ ലിങ്ക് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ മനസ്സിലാക്കാൻ വിഷമാണ്. കഴിയുന്നതും വരാതിരിക്കരുത്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ബുദ്ധിമുട്ടാണെന്ന് മാതാജി പറഞ്ഞായിരുന്നു. ഏത് ദിവസം ഇനി ക്ലാസ് വേണം നിങ്ങൾ നിശ്ചയിക്കുക. എനിക്ക് പറ്റാത്ത ദിവസങ്ങൾ ഞാൻ മാതാജിയോട് പറഞ്ഞിട്ടുണ്ട്. പറ്റുന്ന ദിവസം എനിക്ക് തിങ്കളാഴ്ച പറ്റും, ബുധനാഴ്ച പറ്റും, ശനിയാഴ്ച പറ്റും. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഒത്തിരി നന്ദി. എല്ലാവരും പങ്കെടുത്തതുകൊണ്ട് അടുത്ത ആഴ്ച ഏത് ദിവസം മാതാജി ഫിക്സ് ചെയ്യുന്ന ആ ദിവസം നമുക്ക് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്ത് ഫിക്സ് ചെയ്യും. ആ ദിവസം നമുക്ക് ഇനിയുള്ള ശ്ലോകങ്ങൾ ചർച്ച ചെയ്യാം. എന്തെങ്കിലും പറയാണ്ട് പറയാം. എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ? ഇഷ്ടപ്പെട്ടോ? എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് വേണോ എന്നൊക്കെ പറയാം. പ്രണാമം പ്രഭു. പ്രഭു, 7ാമത്തെ ശ്ലോകത്തിന്റെ വിശേഷണം ഏതാണ് പ്രഭു? സത്യം പരം ധീമഹിയാണോ? അല്ലല്ലല്ല, 7ാമത്തെ സത്യപരമല്ല. ഭഗവാൻ ഈ പ്രപഞ്ചം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഭഗവാൻ അതിൽ വസിക്കുന്നില്ല. ധാംന സേന സദാ നിരസ്തം. സത്യം പരമധീമഹി വിശേഷണമാണ്. ഭഗവാന്റെ വിശേഷണമല്ല, നമ്മൾ ഭഗവാനെ പ്രണമിക്കുകയാണ്. ഓ നമോ ഭഗവതേ വാസ എന്ന് പറയല്ലേ. ഭഗവാന്റെ 7ാമത്തെ എന്തോ ധാംന അതാണല്ലേ ഇതിലുള്ള ഇത്. ധാംന സേന സദാ നിരസ്തം മുഖം പത്നി. അതായത് ഭഗവാന്റെ ലോകത്തിൽ മായക്ക് എൻട്രി ഇല്ല. ബാക്കി പ്രപഞ്ചത്തിൽ എല്ലായിടത്തിലും മായയുടെ എൻട്രി ഉണ്ട്, ബ്രഹ്മാവ് വരെ. അപ്പോൾ ഭഗവാന്റെ ഒരു വിശേഷണമാണ്. ഓക്കെ മാതാജി. താങ്ക് യു പ്രഭു, വളരെ നല്ല ക്ലാസ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പ്രണാം. കൃഷ്ണ. പ്രണാം. വളരെ നല്ല ക്ലാസ് ആയിരുന്നു പ്രഭു. ഭാഗവതം പ്രധാനപ്പെട്ട ശ്ലോകം പ്രഭു എടുത്തു തന്നത് വളരെ നന്നായിട്ട് പ്രഭു പറഞ്ഞു തന്നു. വളരെ ഉപകാരം. കൃത്യമായിട്ട് ഞങ്ങൾക്ക് കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട്. പ്രഭുവിന്റെ സൗകര്യം പോലെ പറഞ്ഞു തന്ന ഒത്തിരി നന്നായിട്ട് പ്രഭു പറഞ്ഞു തന്നു. ഹരേ കൃഷ്ണ. പ്രാർത്ഥന ക്ലാസ് നല്ലപോലെ പോകാൻ പ്രാർത്ഥിക്കുക. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. നടത്തും പ്രഭു, നമുക്ക് നിർത്താം പ്രഭു. ഹരേ കൃഷ്ണ. ഓക്കെ പ്രഭു. ഓക്കെ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവവൃന്ദയ്ക്ക് ജയ്. ശ്രീല പ്രഭുപാദിക്ക് ജയ്. ഗൗര പ്രമാനന്ദേ. ഹരി ബോൾ. താങ്ക് യു പ്രഭു. ഹരി ബോൾ. ഹരി ബോൾ പ്രഭു.